സ്റ്റാലിൻ, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എം പി, നമ്മൾ രാവിലെ തന്നെ വലിയൊരു ദുരന്തത്തിന്റെ വാർത്ത കേട്ടാണ് എഴുന്നേറ്റത്. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ സമാധാനമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് 22 കുടുംബങ്ങളെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി ഞങ്ങൾ പ്രതികരണം തേടിയ ആളുകൾ എല്ലാവരും പറയുന്നത് ഈ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം എന്നാണ്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഈ കാര്യത്തിൽ ഏതായാലും ഒരു ആശ്വാസകരമായ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ നിൽക്കുന്നു. ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുള്ള പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഏതായാലും തുടർ നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അടിമാലിയിൽ തന്നെ ഉണ്ട്. ജില്ലാ കളക്ടറും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഈ കാര്യത്തില് തുടർ നടപടികൾ സർക്കാർ തലത്തിൽ വേണ്ടത്ര ഗൗരവത്തോടുകൂടി എടുക്കണമെന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇനി അതിലെങ്കിൽ മറ്റെന്താണ് ഇനി തുടർന്നുള്ള പ്രതിവിധി എന്നുള്ളതിനെ കുറിച്ച് തുടർ ആലോചനയിലൂടെ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുത്ത് പോകേണ്ടതാണ്. എം പി, 6 കുടുംബങ്ങളുടെ അത്താണികളാണ്, അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത് താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ്. അതിൽ 6 കുടുംബങ്ങളാണ്, അല്ലെങ്കിൽ 6 കുടുംബത്തിന്റെ വീടുകളാണല്ലോ, അവരുടെ സ്വത്തുക്കളാണ് പൂർണ്ണമായും ഇല്ലാതായത്. അവരുടെ പുനരധിവാസമാണ് നമുക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊക്കെ ഒരു സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകും. കാരണം സ്വാഭാവികമായിട്ടും ഇതൊരു ഡിസാസ്റ്റർ ആണ്, ഒരു ദുരന്തമാണ്. ആ ഒരു ദുരന്തത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ അതിന്റെ തുടർ നടപടികൾ എന്നുള്ളത്, അവരെ എല്ലാവരെയും പുനരധിവാസം ഉറപ്പുവരുത്തണം, നഷ്ടപരിഹാരം കൊടുക്കണം, ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അപ്പൊ അവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അപ്പൊ അവരെല്ലാവരെയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോ തുടർന്ന് അവർക്ക് താമസിക്കാൻ, ഇപ്പൊ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുള്ള മറ്റു സൗകര്യങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും നമ്മൾ ചർച്ച നടത്തി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഇവിടെ തൊട്ടടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് ക്വാർട്ടേഴ്സുകൾ വേക്കന്റ് ആയി കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കണമെന്നുള്ളതാണ് ഏകദേശം ഒരു ധാരണയായിട്ടുള്ളൂ. ഇന്ന് രാവിലെ അവിടെയെല്ലാം സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി താമസയോഗ്യമാണെങ്കിൽ ആ ക്വാർട്ടേഴ്സ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ബാക്കി ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നിരീക്ഷണങ്ങളിലൂടെയാണ് തീരുമാനമെടുക്കേണ്ടത്. എം പി, നിലവിൽ ഇപ്പോഴും ആ പ്രദേശത്ത് അപകട സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികളടക്കം അത് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വേണ്ടത്ര ശാസ്ത്രീയ പരിശോധന വേണം. ഇപ്പൊ ഈ സമയത്ത് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് കാരണം എന്നുള്ളത് ആ ഒരു പരിശോധനയിലൂടെ അന്വേഷിക്കണം. അപ്പൊ അതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ചെങ്കുത്തായ എന്താണ് ഈ വിധത്തിലുള്ള നിർമ്മിതികളിൽ വെട്ടി നമ്മുടെ കട്ടിംഗ് സൈഡ് ആ ഒരു തരത്തിൽ മണ്ണെടുത്തിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം വേണ്ടത്ര സജ്ജീകരണങ്ങളുണ്ടോ, ഇനി അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ മണ്ണൊലിപ്പിന് സാധ്യതയുണ്ടോ, ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് തുടർന്ന് നമ്മൾ പ്രവേശിക്കേണ്ടത്. എം പി, ഒരു കാര്യം കൂടി, ഞങ്ങൾ നേരത്തെ അവിടുത്തെ നാട്ടുകാരോടാവട്ടെ പൊതുപ്രവർത്തകരോടാവട്ടെ എല്ലാവരും സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ പറയാനുള്ളത് ഇത് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയത തന്നെയാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായത്. ഈ അപാകത ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്, ഒരു അധികൃതരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അത്? അത് പരിശോധിക്കപ്പെടട്ടെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അത് പരിശോധിക്കപ്പെടണമല്ലോ. നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനഃപൂർവമായ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അത് പരിശോധിക്കപ്പെടട്ടെ. അതിനുശേഷം സംസാരിക്കുന്നതാണ് ഉചിതം. എം പി അവിടെ സ്ഥലത്തുണ്ടോ? ഞാനിപ്പോഴും ഉണ്ട് സ്ഥലത്ത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ തന്നെയാണ്. ശരി, വളരെ നന്ദി. ശ്രീ ഡീൻ കുര്യാക്കോസ് എം പി ആണ് പ്രതികരിച്ചത്. സ്റ്റാലിൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സ്റ്റാലിൻ, എം പി പറഞ്ഞത് കേട്ട് കാണുമല്ലോ. എന്തായാലും പരിശോധിക്കും എന്നാണ് അദ്ദേഹവും പറയുന്നത്. അശാസ്ത്രീയ നിർമ്മാണം സംഭവിച്ചിട്ടുണ്ടോ, അതുതന്നെയാണോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം അതെന്താണ്? ഈ മരണപ്പെട്ട ബിജുവിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ് സ്റ്റാലിൻ? ഭവ്യ, മരണപ്പെട്ട ബിജു വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. വളരെ ശാന്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ചും ബിജു അടിമാലി ടൗണിലെ പല ജോലികളും ചെയ്ത് സാധാരണക്കാരുമായി ഇടപെട്ട് പോകുന്ന, എന്നാൽ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഓടിയെത്തുന്ന ഒരു സ്വഭാവം ഉള്ള ഒരു
നല്ല വ്യക്തി ആയിട്ടാണ് നമുക്ക് നാട്ടിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനാണ് ഈ ബിജുവിന്റെ മകൻ 1 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. ക്യാൻസർ ബാധിതനായിരുന്നു. മകള് ഒരാള് ആണ് ഉള്ളത്. അവര് കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എന്തായാലും ഈ കുട്ടി മറ്റാരും ഈ സമയത്ത് സ്ഥലത്ത് ഇല്ലായിരുന്നു. അത് വളരെ ശാന്തമായി പോകുന്ന നല്ല ഒരു കുടുംബം, എല്ലാവർക്കും അഭിപ്രായമുള്ള, എല്ലാവർക്കും സ്നേഹമുള്ള, എല്ലാവർക്കും വളരെ വാത്സല്യമുള്ള ഒരു കുടുംബമാണ്. ബിജുവിന്റെ മകന്റെ ചികിത്സാ കാര്യങ്ങളിലൊക്കെ നാട്ടുകാര് ഒക്കെ വലിയ സഹായങ്ങളായിട്ട് നിന്നിരുന്നു. എന്നാലും 1 വർഷം മുമ്പാണ് ആ മോൻ മരണപ്പെട്ടത്. അങ്ങനെ കഴിയുന്ന ഒരു കുടുംബമാണ്. വളരെ കൂലിപ്പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്താണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന, പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള മിക്കവാറും എല്ലാ കുടുംബങ്ങളും അത്തരത്തിലൊക്കെ തന്നെയാണ്. കോളനി ആണ്, പ്രദേശമാണ്. ആ ജനങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന, വളരെ നാമമാത്ര ഭൂമിയിൽ താമസിക്കുന്നവരാണ്. മറ്റെങ്ങോട്ടും പോകാൻ വഴിയില്ലാത്ത അത്തരത്തിലുള്ള വളരെ നിർദ്ധനരായ കുടുംബമാണ് ആ പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ജീവിതം ഇപ്പോഴൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽപ്പെട്ടവരെ പോലെ തന്നെ ഇനി ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ കാര്യത്തിലും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയമാണ്. അവരെ ഇനി മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് വരുന്നത്. അത് വലിയ സർക്കാരിനും വലിയ ബാധ്യത വരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. മറ്റു പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദുരന്ത സാധ്യതകൾ ഇനിയും ഏറെ സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും ഇപ്പം MP സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് അവരെ നടക്കുന്നു. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ അന്നും ഇന്നും എല്ലാം ഈ ആളുകളെല്ലാം അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ നിർമ്മാണത്തിൽ വളരെ കാര്യമായ ശ്രദ്ധ വേണം. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതിയാണ് മണ്ണിടിച്ചിലിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. JCBയും അതുപോലെയുള്ള മണ്ണ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ശ്രദ്ധ വേണം എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല. ആകെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ മണ്ണിലെ വിള്ളൽ കൊണ്ട് മാത്രമാണ്, അതും പ്രദേശവാസികൾ കണ്ടെത്തിയതാണ്. അത് അധികൃതരെ അറിയിച്ചു, പ്രത്യേകിച്ചും പഞ്ചായത്തിനെയും വില്ലേജ് അധികൃതരെയൊക്കെ അറിയിച്ച് വളരെ പെട്ടെന്നുള്ള ഇന്നലത്തെ ഒരു തീരുമാനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത്. അതല്ലെങ്കിൽ ഒരു 22-ലധികം കുടുംബങ്ങൾ, ഈ 22 മാത്രമല്ല അതിൽ കൂടുതൽ കുടുംബങ്ങൾ ആ ദുരന്തത്തിൽ പെടുമായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഭവ്യ, തീർച്ചയായും അത് ഏറെ സമാധാനമുള്ള, ആശ്വാസമുള്ള ഒരു വിവരം തന്നെയാണ്. ഇന്നലെ അവിടുത്തെ ജനപ്രതിനിധികൾ നടത്തിയ ഒരു ഇടപെടൽ അത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അല്ലായിരുന്നെങ്കിൽ നമ്മൾ അത്ര വലിയൊരു ദുരന്തത്തിൻ്റെ വാർത്ത ഇന്ന് കേൾക്കണമായിരുന്നു. എന്തായാലും അടിമാലി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള.